അവസാന സമയം. രാത്രി 2 മണിക്ക് പെട്ടെന്ന് ഉണരാം. 3 ദാഹിച്ചുണരാം. 4 ഉണരണമെന്ന് വിചാരിച്ച് കിടന്നാൽ മാത്രം മതി, ഉറങ്ങാതെ ഉണരാം. 5 അലാറം കേട്ട് ഞെട്ടി ഉണരാം. എന്നാൽ രാവിലെ 6 മണി, അതിന് ചുറ്റുമാണ് ഉറക്കം അടിഞ്ഞു കൂടുക. പുലർവെളിച്ചത്തിൽ പോലും കാണാനാവില്ല 6 മണി മുഖം. വെളിച്ചത്തിനുള്ളിൽ അന്ധമായ മറ്റൊരു വെളിച്ചമായി അത് കിടക്കുമ്പോൾ അടിക്കേണ്ട താമസം അലാറം തല്ലിക്കെടുത്തു. ധ്രുവപ്രദേശത്ത് മഞ്ഞ് എന്ന പോലെ 6 മണിക്ക് ചുറ്റും ഉറക്കം. രാത്രി മഴ കേൾക്കാം ചാറ്റലാണെങ്കിലും. 6 മണി മഴ കേൾക്കില്ല ഇരച്ചു പെയ്താലും. രാത്രി മഴ കേൾക്കാം ചാറ്റലാണെങ്കിലും 6 മണി മഴ കേൾക്കില്ല ഇരച്ചു പെയ്താലും. ചുറ്റുമുള്ളവരൊക്കെ വേഗം വേഗം മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് മറക്കാൻ ഭൂമിയിൽ ബാക്കിയുള്ള ഒരേയൊരു സമയം. മാഷ് നിറയെ സ്കൂൾ കവിതകൾ ഈയിടെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സമാഹാരങ്ങളിൽ ഒരുപാട് കവിതകൾ. അത് എന്നാൽ പൊതുവെ നമ്മൾ സ്കൂളിനെ നോക്കിക്കാണുന്ന, എന്ന് മാത്രമല്ല സാധാരണ ഒരു മലയാളി അധ്യാപകൻ സ്കൂളിനെയോ കുട്ടികളെയൊക്കെ നോക്കിക്കാണുന്ന രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കവിതകൾ. ഇപ്പോൾ 5 ദേവതമാർ എന്ന് പറയുന്ന കവിത ഉൾപ്പെടെ നിരവധി കവിതകൾ. ഇപ്പോൾ കുട്ടികളെ, വിദ്യാഭ്യാസത്തെ, സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തെ, അതിൻ്റെ പല അടരുകളേക്ക് നോക്കാനും അതിനെ സൂക്ഷ്മമായിട്ട് അറിയാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്കൂൾ എന്ന അനുഭവ പരിസരത്തെ കവിതയിലൂടെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു നിത്യവൃത്തി ചെയ്യുന്ന ആ ഇടത്തിന് വന്ന മാറ്റം എന്തായിരുന്നു? ഒന്ന്, സ്കൂളിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടല്ല ഞാൻ സ്കൂൾ കവിതകൾ എഴുതുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എൻ്റെ പണിസ്ഥലമാണ്. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം ചെലവഴിക്കുന്നത് അവിടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ പണിസ്ഥലം എൻ്റെ കവിതയ്ക്ക് പുറത്തല്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പണിസ്ഥലം എന്നൊന്നും പറയുന്നത് പരമ്പരാഗത രീതി അനുസരിച്ച് നമ്മുടെ കവിതായോഗ്യമല്ല. പക്ഷേ ആ പണിസ്ഥലം കവിതായോഗ്യമാണ്, അല്ലെങ്കിൽ ആവണം. പണിസ്ഥലം കവിതായോഗ്യമായാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഈ പണിസ്ഥലത്ത് നിന്ന് പുറത്തു വന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള എഴുത്തൊന്നും പുതിയ കാലത്ത് നടക്കില്ല. കാരണം അതെല്ലാം ചേർന്ന് കലർന്നാണ് കിടക്കുന്നത്. അപ്പോ ആ പണിസ്ഥലത്ത് നിന്ന് പണിസ്ഥലം കവിത, അവിടുന്ന് കവിത ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്കൂളിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നതും അത്തരം അനുഭവങ്ങൾ എൻ്റെ എഴുത്തിലേക്ക് വരുന്നത്. അവിടെയൊക്കെ എന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഘടകം ഒരുതരം മൈക്രോ റിയലിസമാണ്. ഒരുതരം മൈക്രോ റിയലിസം. പൊതുവെ എനിക്ക് തോന്നുന്നു എൻ്റെ കവിതയിൽ തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ കഴിയുക ഒരു അട്ടർ റിയലിസം, ഒരു എന്ത് പറയുക, റിയലിസം എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു സൂക്ഷ്മ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള ശ്രമം പൊതുവെ എൻ്റെ കവിതകളിലൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇതാണ് വേറൊരു ഭാഷയിൽ നമ്മൾ നേരത്തെ അനുഭവാധിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞത്. അനുഭവാധിഷ്ഠിതം എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ വേറൊരു ഭാഷയിൽ പറയാതിരിക്കാം. ഒരു തരം സൂക്ഷ്മ യാഥാർത്ഥ്യം അതിലുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു സൂക്ഷ്മ യാഥാർത്ഥ്യമാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പക്ഷേ അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് സ്കൂൾ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആഗസ്റ്റ് 5-ന് കൊടി ഉയർത്തുമ്പോൾ ആ കൊടിയിൽ നിന്ന് പൂക്കൾ വീഴുന്നതിന് പകരം തീ വീഴുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ള പേരിൽ തന്നെയുള്ള ഒരു കവിതയില് മറ്റേ ഈ കുട്ടികൾ വിടുന്ന വിമാനത്തെ കുറിച്ചാണ് പറയുക. കടലാസ് വിമാനം ഇങ്ങനെ ഒരു ജനാലയിൽ നിന്ന് 1000 കടലാസ് വിമാനങ്ങൾ ഇങ്ങനെ പാറി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സൂര്യന്റെ ഒരു ചെങ്കതിരി കൂടെ കൊടുക്കുന്ന അത് സ്കൂളിലൊരു കണ്ണാടിയില്, സ്കൂളിൽ വെച്ച ചുമരിൽ തൂക്കിയ കണ്ണാടിയിൽ പെൺകുട്ടികൾ ആ കണ്ണാടിയുടെ ചുറ്റും ഇങ്ങനെ ഈ ലിപ്സ്റ്റിക്ക് പുരട്ടുന്നതിനെ കുറിച്ചാണ്. പൊതുവെ ആ കവിതകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കുട്ടികളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ആ കവിതകളിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മുടി നീട്ടി വളർത്തുന്ന മുടി നീട്ടി വളർത്തുന്നത് അതിനെതിരെ എതിരൊന്നും ആ കവിതയിൽ പറയുന്നില്ല, അങ്ങനെ ലൗഡൊന്നുമല്ല. എങ്കിലും അതിന് അടിയില്ല. ആ കവിതകളിലൊക്കെ ഈ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ആ കവിതകളിൽ എല്ലാം ഉണ്ട് ഞാൻ വിചാരിക്കുന്നു. അല്ല, കവിത എഴുതുക മാത്രമല്ല, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം മുടി നീട്ടി വളർത്തിയ ഒരു അധ്യാപകൻ. അതെ 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 അതെ. പക്ഷേ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ ഒരു സ്കൂളിനകത്ത് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ബാധിക്കാറൊന്നുമില്ല. കാരണം അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ റിബലായി നിന്നിട്ട് കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് പണിയിടത്തിൽ കവിതയിലാണെങ്കിൽ നിൽക്കാം. കവിതയിൽ ഭാഷയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ സ്കൂളിൽ മറ്റു മനുഷ്യരെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കാറുണ്ട്. ഒറ്റയടി കട്ടിമറിക്കാവുന്ന കാരണം ആ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ഒരു അവിടുത്തെ ഒരു പെരുമാറ്റ രീതിയുണ്ട്. അതിൽ നമ്മൾ പരിവപ്പെട്ടേ പറ്റുള്ളൂ. അത് ഏത് പണിസ്ഥലത്താണെങ്കിലും, ഏത് പണിസ്ഥലത്താണ്. അതെ അതെ. അങ്ങനെ ഒരുപാടിടങ്ങൾ ഇങ്ങനെ കവിതയിലേക്ക് പടർന്ന് വരുന്ന ഒരു അനുഭവം കാണും. അപ്പോൾ ദേശം എന്നുള്ളത് തന്നെ അതിൻ്റെ ചരിത്രം വരുന്നു. ഇപ്പോൾ ഉപ്പുകൊറ്റൻ പോലെയുള്ള ഒരു കവിത വരുന്നു. ഈ വാണിജ്യ ചരിത്രം വരുന്ന ഒരു കവിത. അതേസമയം രാമഗിരി ഒക്കെ പോലെ കുറേ കൂടെ മിത്തിക്കൽ ആയിട്ടുള്ള എലമെൻറ്റുകളുള്ള, എന്നാൽ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ടിപ്പുവിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന പോലെയുള്ള കവിതകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കൂടെ അത് പടർന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എൻ്റെ കവിത എൻ്റെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ തുരുമ്പ് തൊട്ട് തന്നെ ഉണ്ട് സംഭവിക്കുന്നത്. ഈ ഞാൻ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, അവിടുന്ന് അത് മാറുകയും എൻ്റെ സുഹൃത്തുക്കൾ ആദ്യം മുതലേ ഉണ്ട്. ഒരു സൗഹൃദ ലോകമുണ്ട്. എൻ്റെ പണിയിടം, ഞാൻ പെരുമാറുന്ന സ്ഥലങ്ങൾ, എൻ്റെ നാട്, അങ്ങനെ അത് വലുതാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഘട്ടത്തിൽ സ്ഥലവും കാലവും എനിക്ക് വളരെ പ്രധാനമായിട്ട് മാറുകയും ഈ രണ്ടിനെ കുറിച്ചും ഉള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കവിതകൾ ഞാൻ എഴുതാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലവും കാലവും അതിൽ ഏറ്റവും പ്രധാനം, ഒരു പക്ഷേ കാലത്തെക്കാൾ കൂടുതൽ സ്ഥലം വളരെ പ്രധാനമായിട്ട് എൻ്റെ കവിതയിൽ വരുന്നുണ്ട്. അത് ഒരു പ്രാദേശികവാദമൊന്നുമല്ല, സ്വത്വവാദോ ഒന്നുമായിട്ടല്ല അത് വരുന്നത്. പ്രാദേശിക സ്വത്വവാദമായിട്ടല്ല അത് വരുന്നത്. അത്തരം സ്ഥലങ്ങൾ എവിടെയും ഏത് സ്ഥലവും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പട്ടാമ്പിയെ കുറിച്ചാവാം, പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഇടവണ്ണ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, വേറൊരു സ്ഥലമാണ്. ഇതേ ചരിത്രം ആവണമെന്നില്ല, അതിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. അനുഭവലോകങ്ങളുടെ വ്യത്യാസം, സംസ്കാര ചരിത്ര സാഹചര്യ പശ്ചാത്തലങ്ങളുടെയൊക്കെ വ്യത്യാസം. എന്തൊരു വർണ്ണശബളമാണ് ആ വൈവിധ്യം. ആ വൈവിധ്യത്തിൽ ഒരു കവി എന്നുള്ള നിലയിൽ എനിക്ക് ഇറങ്ങിച്ചെന്നേ പറ്റുള്ളൂ ആ വൈവിധ്യത്തിലേക്ക്. ജീവിതത്തെ വർണ്ണശബളമാക്കുന്നത് ഈ ഒരു സാംസ്കാരിക വൈവിധ്യം തന്നെയാണ്. അപ്പൊ എൻ്റെ നാട്ടിലേക്ക് എനിക്ക് അവിടുത്തെ ചരിത്രം, അവിടുത്തെ സംഗതികൾ, അവിടുത്തെ പട്ടാമ്പി പോലൊരു നഗരമാണെങ്കിൽ ബിസിനസിന്റെ ഒരു ചെറിയ അങ്ങാടിയാണ്. പട്ടാമ്പിയുടെ ചരിത്രം ബിസിനസിന്റെ ചരിത്രമാണ്, കച്ചവടത്തിന്റെ ചരിത്രമാണ്. അത് കേരളത്തിലെ അങ്ങാടികളുടെ ഒക്കെ ചരിത്രം കച്ചവടത്തിന്റെ ചരിത്രമാണ്. പട്ടാമ്പിയുടെ മാത്രമൊന്നുമില്ല, കേരളത്തിലെ അങ്ങാടികളുടെ ഒക്കെ ചരിത്രം കച്ചവടത്തിന്റെ ചരിത്രം. നമ്മൾ ഇന്ന് കാണുന്ന സാഹിത്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് വികസിച്ച് വന്നതിൽ കച്ചവട പാതകൾക്ക്, കച്ചവടക്കാർക്ക് വലിയ പങ്കുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ സമീപകാലത്ത് കേരളത്തിൽ സംഭവിച്ചൊരു ദുരന്തം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എഴുത്തിന്റെ ലോകവും ബിസിനസ് ക്ലാസിന്റെ ലോകവും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. അത് ഈ ബിസിനസ് ലോകമായിട്ട് മാത്രം അല്ല, ഇപ്പൊ രാഷ്ട്രീയ ലോകം, ഇപ്പൊ രാഷ്ട്രീയക്കാര്, ഉയർന്ന രാഷ്ട്രീയക്കാര്, വലിയ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഒരു 25 കൊല്ലം മുമ്പ് വരെ പോലും സാഹിത്യരംഗത്തും അറിയപ്പെടുന്നവരായിരുന്നു. സാഹിത്യരംഗത്തും നല്ല അറിയപ്പെടുന്ന, ധാരാളം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ. പക്ഷെ എവിടെയോ ഈ രണ്ട് ലോകങ്ങൾക്ക് തമ്മിലൊരു പിളർപ്പുണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്.
രാഷ്ട്രീയക്കാർ വായിക്കേണ്ടതില്ല, സാഹിത്യകാരന്മാർ അവിടെയും അറിയേണ്ടതില്ല. അങ്ങനെ രണ്ട് പിളർപ്പ്. ഇതേപോലെ തന്നെ ബിസിനസ് ക്ലാസ് വേറെ, അവർക്ക് സാഹിത്യമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ഒരു പാരമ്പര്യം. നമ്മുടെ ഒരു പാരമ്പര്യം ഇത് തമ്മിൽ ഇപ്പൊ കോഴിക്കോട്ടെ എസ് കെ പൊറ്റേക്കാടൊക്കെ അന്നത്തെ ബിസിനസ് സമൂഹമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം വളരെ പ്രശസ്തമാണ്. അടുത്ത കാലത്ത് പോലും ജനറൽ പിക്ചേഴ്സ് രവി ആണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ബിസിനസ് ക്ലാസ്സുമായിട്ടുള്ള ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ബന്ധം കൊടുക്കൽ വാങ്ങൽ വളരെ പ്രധാനമാണെന്ന് കരുതുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പട്ടാമ്പിയിലെ ബിസിനസ് ക്ലാസ്സുകാരായിട്ട് ബന്ധം സ്ഥാപിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ആ കച്ചവടത്തിന്റെയൊക്കെ ചരിത്രം കവിതയ്ക്ക് വിഷയമാക്കണം. രാമഗിരിയിലായാലും ഒക്കെ രാമഗിരിയിലാണെങ്കിൽ വസ്ത്ര വ്യാപാരം അതിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. ഉപ്പുകൊറ്റനിലാണെങ്കിൽ ഈ പുഴയിലൂടെയുള്ള വാണിജ്യം, പലചരക്കുകളുടെ അതെ അതിലൂടെ ഈ മുസ്ലിം കച്ചവടക്കാരുടെ ഒരു എന്താ പറയാ, അവര് നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഷയിലൂടെ കവിതയിലൂടെ ക്രിയേറ്റ് എടുക്കുന്ന ഒരു സ്ഥലവും ഒരു സംസ്കാരവും വളരെ പ്രധാനമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ കാലത്തെക്കുറിച്ച് മാഷ് സൂചിപ്പിക്കേണ്ടായിരുന്നു. പൊതുവെ കവിതകളിൽ കാണപ്പെടുന്ന കാലസങ്കല്പങ്ങൾ പലപ്പോഴും വളരെ അമൂർത്തമായിട്ടുള്ള കാലസങ്കല്പങ്ങളായിരിക്കും. മലയാളത്തിൽ പൊതുവെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ മാഷ്ടെ കവിതകൾ വായിക്കുമ്പോൾ കാലം എന്നുള്ളതും കുറെ കൂടെയൊക്കെ മൂർത്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് പലപ്പോഴും പ്രായം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം പ്രണയത്തെ കുറിച്ചുള്ളൊരു പ്രണയ കവിത എന്നുള്ള കവിതയിൽ അഴുകിപ്പോയ തൊലിക്കും കൈപ്പത്തിക്കും ഇടയിലെ ചൂടായിട്ടത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ മരിച്ചുപോയ കൂട്ടുകാരുടെ വീടുകൾ തേടിയിട്ടുള്ള യാത്രകളായിട്ട് അത് മാറുന്നുണ്ട്. ഇങ്ങനെ കാലത്തെയും അനുഭവപരമായിട്ട് തന്നെയാണ് മാഷ് ഉള്ളിലേക്ക് എടുക്കുന്നതും ആവിഷ്കരിക്കുന്നതും. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കാലത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ തത്വചിന്താപരമായിട്ട് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ അവെയർ അല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഫിലോസഫിക്കൽ ടൈമിനേക്കാൾ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ബയോളജിക്കൽ ടൈമിനെ കുറിച്ച്. ഈ എൻ്റെ പ്രായമാവലിലൂടെ ഞാൻ കാലത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. എൻ്റെ പ്രായമാവലിലൂടെ ഞാൻ കാലവുമായിട്ടുള്ളൊരു സംവാദമാണ് സത്യത്തിൽ. ഏജിങ് എന്ന് പറയുന്നത് നമ്മളിരുന്ന് സംസാരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കാലവുമായിട്ട് ഉള്ളൊരു സംസാരമാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ പ്രായപൂർത്തി എന്ന് പറയുന്നത്, പ്രായമാകൽ, ആ പ്രോസസ്സ് കാലമായിട്ട് മുഖം ഇരുന്ന് സംസാരിക്കണം. മറ്റേ സിനിമയില് മരണമായിട്ട് സെവൻത് സീനിൽ മരണമായിട്ട് സംസാരിക്കുന്ന പോലെ, ചെസ് കളിക്കുന്ന പോലെ കാലവും ഞാനും തമ്മിലുള്ള സംസാരമാണ്, ഒരു ഡയലോഗ് ആണ് പ്രായമാകൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബയോളജിക്കൽ ടൈം വളരെ പ്രധാനമാണ്. ആ ബയോളജിക്കൽ ടൈമിനെ തന്നെയാണ് ഞാൻ ഫിലോസഫിക്കൽ ടൈമായിട്ട് കവിതയിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. മാഷ്ടെ കാലത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. എന്നാൽ മലയാള കവിതയിൽ പൊതുവെ കവികൾ എക്സ്പ്രസ് ചെയ്യാൻ വളരെ വിമുഖരായിട്ടുള്ള ഒരു പരിണാമം കൂടിയാണത്. എല്ലാ കാലത്തും യുവാക്കളായിരിക്കാൻ, യുവകവികളായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത. 10-60 വർഷം കാവ്യ അനുശീലനം നേടി കവികൾ പോലും ഒരു യുവ കവിയായി നടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഷയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് ആ പ്രവണത, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 50 വർഷമായിട്ടാണ് ഈ പ്രവണത കണ്ടുവരുന്നത്. ആധുനികതയ്ക്ക് ശേഷമാണ് ഈ പ്രവണത ഇത്ര കണ്ടുവരുന്നത്. അതിനു മുമ്പ് ഇപ്പൊ ശങ്കരക്കുറുപ്പിനെ പോലെ ഒരാൾ കാലം, ഫിലോസഫിക്കൽ ടൈമിനെ കുറിച്ച് സംസാരിച്ചു. ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയുടെ ഒരു പ്രധാന വിഷയം തന്നെ തത്വചിന്താപരമായിട്ടുള്ള കാലമാണ്. കാലം എന്നുള്ള വിഷയത്തെ, കാലം അദ്ദേഹത്തിന് വലിയൊരു സമുദ്രം പോലെ കിടക്കുന്ന ഒരു പ്രമേയമാണ് കാലം. എത്ര കവിതകളാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയില്ല. എത്രയോ വരികൾ അദ്ദേഹം കാലത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്.
അതൊക്കെ ഒരു തത്വചിന്താപരമായിട്ടുള്ള കാലമാണ്, ദർശനപരമാണ്. ശങ്കരക്കുറുപ്പിന്റെ കാലം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആധുനികതയ്ക്ക് ശേഷമുള്ള കവികളിലാണ് ഈ കാലത്തെ ഇങ്ങനെ പ്രായമാകണ്ട, ഒരു തരത്തിൽ പറഞ്ഞ ബയോളജിക്കൽ തോട്ട് തന്നെയാണത്. പക്ഷെ പഴയ അതിനൊരു നൊസ്റ്റാൾജിയും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ, നൊസ്റ്റാൾജിയും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ വലിയൊരു കവിയെ, മലയാളത്തിലെ ഒരു പ്രധാന കവിയെ ഞാൻ ഉയർത്തിപ്പിടിക്കും, എടശ്ശേരി. എടശ്ശേരിയുടെ ഏറ്റവും വലിയ സവിശേഷത, എടശ്ശേരി പ്രായമാകലിലൂടെ കാലത്തോട് സംവദിച്ച കവിയാണ്. എടശ്ശേരിയുടെ കവിതയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലത്തെ തൻ്റെ ശരീരം കൊണ്ട് മുഴുവൻ ആവിഷ്കരിക്കുന്ന ഒരു കവിയെ നമുക്ക് കാണാൻ പറ്റും. രാജീവനിൽ കാണാൻ തോന്നുന്നു, ടി പി രാജീവനിൽ കാണാൻ പറ്റും. ടി പി രാജീവൻ അതേപോലെ കാലത്തെ സ്വീകരിച്ചൊരു കവിയാണ്. പക്ഷെ നമ്മുടെ പല കവികളും ഈ പറഞ്ഞ പോലെ പല പ്രശസ്തരായ കവികളും ഈ കൗമാരത്തിൽ ജീവിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. കൗമാര ചാബല്യം വിട്ടുമാറാതെ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതിനൊരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. സോഷ്യൽ മീഡിയ എല്ലാവരെയും ചപലരാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ജ്ഞാനവൃദ്ധനും അവിടെ അതിചപലനായിട്ട് കാണപ്പെടും, ഒരു 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 കുമാരനായിട്ട് മാറും. അപ്പൊ അതുകൂടി ഉണ്ടായിരിക്കും, സോഷ്യൽ മീഡിയയുടെ വരവ് കൂടി ഉണ്ടാവാം. അതിലിപ്പോ ഈ പറഞ്ഞ എല്ലാവരും കൗമാരക്കാരായി മാറുന്ന ഒരു പ്രവണതയ്ക്ക് കാരണം. ഇപ്പോ വീട്, ദേശം, അപ്പൊ അതിനകത്തുള്ള ഇടങ്ങൾ ഒക്കെ നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ മാഷ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒന്ന് എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളാണ്. അത് സിനിമ, നാടകം, സംഗീതം, ചിത്രകല തുടങ്ങി ഒരു വൈവിധ്യമായ കലാമേഖലകൾ മാഷ്ടെ കവിതകൾക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ കലകളെല്ലാം കവിതയിലേക്ക് എടുക്കുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച ആ നോട്ടനിലയുടെ അനന്യത കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കവി എന്നുള്ള നിലയിൽ തന്നെയാണ് മാഷ് എല്ലാ കലാരൂപങ്ങളെയും സമീപിക്കുന്നത്. അതെ, സംശയമൊന്നുമില്ല. കാരണം അതിൽ പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ ഒരു പഴയ കവിത ഉദാഹരിച്ച് പറയാൻ പറ്റുമോ? കനം എന്നുള്ള പുസ്തകത്തിലെ ഒരു സംഗീതം കൊണ്ടൊരു കവിതയുണ്ട്. സംഗീതം എന്നാണ് കവിതയുടെ പേര്. പക്ഷെ ആ കവിതയിലെ ഈ ജനലിന്റെ കമ്പിയുടെ മീതെ വിരൽ ചേർത്ത് വെച്ച് താഴേക്ക് മീട്ടുന്ന, പിന്നെ അതിന്റെ അപ്പുറത്തൊരു പ്രോസസ്സ്, കോണിയുടെ താഴെപ്പടിയിൽ കാൽപ്പടം ചേർത്ത് വെച്ച ഒരാൾ മുകളിലേക്ക് ഒരൊറ്റ മീറ്റർ. ഇതാണ് സത്യത്തിൽ അത് മ്യൂസിക്കേ അല്ല. അപ്പൊ സംഗീതമല്ലാത്ത ഒന്നിനെ, ഒരു ശബ്ദത്തെ ഒരു നോട്ട നിലയിലൂടെ സംഗീതാക്കി മാറ്റുകയാണ്. അതാണ് ആ കവിതയിൽ സംഭവിച്ചത്. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ ഒരു നോട്ടനില ഉള്ളത് കൊണ്ടാവാം എന്തും നമുക്ക് ആർട്ടായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. എന്തും നമുക്കൊരു ആർട്ടാക്കി അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ആ നിലയ്ക്കാണ് തോന്നുന്നു എൻ്റെ കവിതയിലെ എല്ലാത്തരം കലകളും കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സിനിമ ധാരാളമായിട്ട് എൻ്റെ പഴയ കവിതകളിൽ, ഒരു ഇടക്കാല കവിതകൾ, എനിക്ക് തോന്നുന്നു ഭാഷയും കുഞ്ഞും എന്നൊക്കെയുള്ള പുസ്തകത്തിലെ കവിതകളിലാണ് തോന്നുന്നു സിനിമ. പിന്നെ അതെ, ഇരട്ടവാലിലൊക്കെ ഉണ്ട്, സിനിമയുണ്ട്. നാടകം ഒരു ഘട്ടത്തിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇത് പലപ്പോഴും സുഹൃത്തുക്കളിലൂടെയും ഒക്കെ വരുന്നുണ്ട് തോന്നുന്നു. സുഹൃത്തുക്കളായിട്ടുള്ള നാടകക്കാര്, ചിത്രകാരന്മാര്, നേരിട്ടുള്ള ഒരു അനുഭവത്തിന്റെ. പിന്നെ വീഡിയോ കാണല്, വീഡിയോ, അതിനെ കുറിച്ചൊക്കെ ചങ്ങാതിത്തുണ്ടം പോലെയൊക്കെയുള്ള ഒരു കവിതയാണ്. അപ്പോ എനിക്ക് ഫോക്ലോർ ഇപ്പോ പുതിയ കവിതകളിൽ വന്നു കഴിഞ്ഞാൽ നനമുള്ള മിന്നലിന്റെ പല കവിതകളിലും ഇപ്പോ അനങ്ങാപ്പാവകൾ എന്നുള്ള കവിതയിൽ തോൽപ്പാവക്കൂത്താണ് എൻ്റെ ഒരു പശ്ചാത്തലം. അല്ലെങ്കിൽ ചവിട്ടുകളിപ്പാട്ടാണ്. ചവിട്ടുകളിപ്പാട്ടിന്റെ രീതിയിൽ തന്നെ എഴുതിയൊരു കവിത അതിലുണ്ട്. വാദ്യോപകരണങ്ങള്, വാദ്യോപകരണങ്ങൾ, കൊമ്പ്, കുഴല്, മദ്ദളം എന്നുള്ള പേരിലൊരു കവിതയുണ്ട്. ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ കലകളൊക്കെ മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന എല്ലാ കലകളും പരസ്പര ബന്ധിതമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പരസ്പര ബന്ധിതമാണ് എല്ലാ കലകളും. കാവ്യകലയെ മറ്റു കലകളുമായിട്ട് ബന്ധിപ്പിച്ച കുറേ റൈറ്റേഴ്സ് നമുക്കുണ്ട്.
ഇപ്പൊ ചിത്രകലയും കവിതയും തമ്മിൽ ചേർത്ത് ഇപ്പൊ അയ്യപ്പന്റെ കവിതയിലൊക്കെ ചിത്രകലയുമായിട്ട് വളരെ അടുപ്പം ആണ്. ബാലേന്ദ്ര ചുള്ളിക്കാടിൽ സംഗീതം വളരെ പ്രധാനമാണ്, മ്യൂസിക് വളരെ പ്രധാനം, മ്യൂസിക്കും ഡാൻസും വളരെ പ്രധാനമാണ് അല്ലേ. വിനയചന്ദ്രനിലെ ചിത്രകല ധാരാളം വരുന്നുണ്ട്. കടമ്പനിട്ടയിൽ ഫോക്ലോർ വരുന്നുണ്ട്. ആറ്റൂരിൽ ശില്പകലയാണ്. കക്കാടിൽ വാദ്യകല വരുന്നുണ്ട്. കക്കാടിന്റെ പല കവിതകളിൽ ഈ ചെണ്ടതായമ്പക അതിൻ്റെയൊക്കെ താളങ്ങളും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് NN കക്കാട്. അപ്പൊ ഇങ്ങനെ മറ്റ് കലകളുമായി കവിതയെ ബന്ധിപ്പിച്ചതിന്റെ വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട്. ആറ്റൂരിന്റെ കവിതാ രീതി തന്നെ ശില്പഭദ്രം. ഇപ്പോ നേരത്തെ സംഗീതം എന്ന കവിത ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ. സംഗീതവും ആറ്റൂരിന്റെ കവിത സംഗീതവുമായിട്ടും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ നിരന്തര സംഗീതോത്സവങ്ങൾക്ക് അനുഭവങ്ങൾ വരെ ധാരാളം. അതുപോലെ തന്നെ ഇപ്പോ ഈ സംഗീതം എന്നുള്ള കവിത പറഞ്ഞു, അത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയൊരിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരാശയത്തിന്റെ ആവിഷ്കാരമല്ലാതെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഇപ്പോ ഒരു ചലനം മറ്റൊരു ചലനം തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജാമിതീയ രൂപം, അല്ലെങ്കിൽ ഇപ്പോ റാ 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 എന്ന് എഴുതിയിട്ടുള്ള പടിക്കെട്ടുകൾ കയറി പോകുന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഒരു പുകമണത്തിന് ഒരു ബ്രാൻഡി മണം ചീയേഴ്സ് കൊടുക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് വിലയിരുത്താൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമവും ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടെന്ന്. ചില അനുഭവങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അറിയാതെ ചില ചിഹ്നങ്ങൾ കയറി വരും. ചില ചിഹ്നങ്ങൾ എനിക്ക് തോന്നുന്നു എൻ്റെ കവിതയിൽ അങ്ങനെ ചില ചിഹ്നങ്ങള്, ഈ ജാമിതീയ രൂപങ്ങള് ഒക്കെ എങ്ങനെ കയറി വരുന്നുണ്ട് തോന്നുന്നു. അത് ഈ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, ആവിഷ്കരിക്കാൻ കഴിയാത്തതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കയറി വരുന്ന ചില ചിഹ്നങ്ങളാണവ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ജാമിതികളൊക്കെ അതിലൂടെ ഒരു പക്ഷേ അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഹാചിത്രങ്ങളിലൊക്കെ ചില ചിഹ്നങ്ങൾ കാണുന്ന മാതിരി അതിനെന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറയാനൊന്നും കഴിയണമെന്നില്ല. പക്ഷെ അതവിടെ ഉണ്ട്. അങ്ങനെ ചില ചിഹ്നങ്ങൾ, ചില വർത്തുളതകൾ, ചില രേഖകൾ ഒക്കെ കവിതയിൽ കോറി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത് വളരെ മാഷ്ടെ കവിതയുടെ വ്യതിരക്തമായിട്ടുള്ള ഒരു പ്രകൃതമായിട്ടും തോന്നാറില്ല. അത്തരത്തിലുള്ള ജാമിതീയമായിട്ടുള്ള രൂപങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന അനുഭവ തലങ്ങൾ മറ്റൊരു വിധത്തിലും ആവിഷ്കരിക്കാൻ കഴിയാത്ത, എന്നാൽ അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു വിധത്തിലും എന്താ പറയുക, വ്യാഖ്യാനിക്കാനോ പറയാനോ ഒന്നും തന്നെ കഴിയാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ. എന്നാൽ അതുണ്ടാക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള സെൻസേഷനുകൾ അത്തരം കവിതകളിൽ കിട്ടാറുണ്ട്. അത് അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോവാത്ത ഒരാൾക്ക് പോലും ആ ഒരു സെൻസേഷൻ അതിലൂടെ അനുഭവിക്കാൻ അല്ലെങ്കിൽ പങ്കുവെക്കാനും കഴിയും എന്ന് തോന്നുന്നു. ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചോദിക്കാൻ, എനിക്കൊരു ദുരൂഹമായിട്ടുള്ള ഈ കവിതകൾ പലപ്പോഴും വായിക്കുമ്പോൾ പൊതുവെ പ്ലസൻ്റായിട്ടുള്ള ഒരു മനോഭാവം, പെട്ടെന്ന് മങ്ങും മുഖങ്ങളെ നിങ്ങളെ ഇത്ര ഇരുൾക്കട്ടയാക്കിയതാരുടെ ഏതു വാക്കെങ്കിലും ആവട്ടെ, വീണ്ടെടുക്കാവൂ തിളക്കം പ്രസാദിക്ക ഞങ്ങളിൽ, നിങ്ങൾ മങ്ങിത്തെളിഞ്ഞാലേ മാനത്ത് മങ്ങിത്തെളിഞ്ഞിടൂ മേഘങ്ങൾ നോക്കുക എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ തെളിച്ചത്തിലേക്ക് വരാനുള്ള, തെളിഞ്ഞ് കാണാനുള്ള, സൂക്ഷ്മമായി കാണാനുള്ള, അല്ലെങ്കിൽ സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ സൂക്ഷ്മാനുഭവത്തെ ഒക്കെ അറിയാനൊക്കെയുള്ള വളരെ കൗതുകം ഉള്ള ഒരു കവിതയായിട്ടാണ് പൊതുവെ മാഷ്ടെ കവിത അനുഭവപ്പെടാറുള്ളത്. വളരെ പ്ലസന്റ് ആണ് അതിൻ്റെ ഒരു മനോഭാവം. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ പല കവിതകളിലും നിരന്തരം പിന്തുടരുന്ന
ഒരു കുറ്റബോധത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും പ്ലസന്റ് എന്ന് തോന്നിക്കുന്ന ചില കവിതകൾ പോലും പ്രത്യക്ഷപ്പെടാം. അല്ലെങ്കിൽ വളരെ ഡാർക്കായിട്ടുള്ള ഒരു കവിതയായിട്ട് അത് വരാം. ഇപ്പോൾ ഒരു സ്വപ്നത്തിൽ കൊലക്കുറ്റത്തിന് വിധിച്ച ഒരാളുടെ തുറുകണ്ണോട്ടമായിട്ട്, അല്ലെങ്കിൽ മറന്നുപോയ മുഴുവൻ മനുഷ്യരുടെയും തുറുകണ്ണോട്ടങ്ങളായിട്ടൊക്കെ അങ്ങനെ പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കുറ്റബോധം മാഷ നിരന്തരം. തീർച്ചയായിട്ടും അതിന് പല അടരുകളുണ്ട് ഈ കുറ്റബോധത്തിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് ചെറിയ 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 കുറ്റബോധങ്ങൾക്ക് ഒരുപാട് പഴുതുകളുള്ളൊരു ജീവിതമാണ് ജീവിക്കുന്നത്. ഞാൻ അധികം പറഞ്ഞൊരു വാക്ക് എന്നെ കുറ്റബോധത്തിൽ കൊണ്ടുപോകും അല്ലേ? ഞാൻ ഒരാളെ നോക്കേണ്ട സമയത്ത് നോക്കിയില്ല, കുറ്റബോധമായി. ഞാൻ ആശ്വസിപ്പിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞില്ല. ഇങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ നിന്ന് തന്നെ അത് തുടങ്ങും. ഞാൻ ശരിയായിട്ടല്ല ചെയ്തത്. ഇതൊക്കെ ഒരു പക്ഷേ കവിതയിൽ കവി അറിയാതെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള കുറ്റബോധങ്ങൾ, ഇപ്പം ചില സുഹൃത്തുക്കളോട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ആ മരണത്തെക്കുറിച്ച് കവിതയും എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് ചങ്ങാതിമാർക്ക് ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ളൊരു അറിയിപ്പ് തന്ന് മരിച്ചു. പക്ഷെ അത് വേണ്ട സമയത്ത് ഞാൻ ഉൾക്കൊണ്ടില്ലല്ലോ, ഞാനത് അറിഞ്ഞ് ചെന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് ഒന്നല്ല, 2 കവിത ഞാൻ എഴുതി. ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം നമുക്കൊരു ഗൂഢ സന്ദേശം അയക്കും. ഞാനത് റിസീവ് ചെയ്തില്ല. അല്ലെങ്കിൽ എൻ്റെ കവിത എഴുതുമായിരുന്ന ഒരു ശിഷ്യൻ മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ എന്നെ വിളിച്ചു. അയാളുടെ ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ സൂയിസൈഡ് ചെയ്തു. അയാളുടെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പം ഞാൻ എന്തിനാണ്, കുറേ കാലമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. ആ കുട്ടി ഒരു അവസാനത്തെ ഒരു പിടിവള്ളി എന്നുള്ള നിലയിലാവില്ല എന്നെ വിളിച്ചത്. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല? ഇങ്ങനെ വ്യക്തിപരമായി അടിഞ്ഞുകൂടുന്ന, പിന്നെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഉള്ള ചെറിയ ചെറിയ കുറ്റബോധം. ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് തന്നെ കുറ്റബോധത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. ഇതൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ എനിക്ക് തോന്നുന്നു, മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ, മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ അകപ്പെടുന്ന വലിയ കുറ്റബോധങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, മനുഷ്യർ നടത്തിയ വലിയ വംശഹത്യകൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്നെ കുറ്റബോധത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന വംശീയ ഹത്യകൾ ഉൾപ്പെടെ, ഗുജറാത്ത് കലാപം പോലെയൊക്കെയുള്ള വംശീയ ഹത്യകൾ ഉൾപ്പെടെ എല്ലാം ആത്യന്തികമായിട്ടൊരു കുറ്റബോധം നമുക്ക് തരുന്നുണ്ട്. ഹോളോകോസ്റ്റ്, യൂറോപ്പിൽ ധാരാളം ഈ ഹോളോകോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളും ഒക്കെ ധാരാളം ഞാൻ വായിച്ച് പരിചയമുണ്ട്. ഇതെല്ലാം ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു സാമർഥ്യമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന എൻ്റെ ഒരു സാമർഥ്യമാണ്. ഞാനൊരു കുടുംബം, ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ഒരു കാറുണ്ട് എൻ്റെ വീട്ടില്, ഒരു സ്കൂട്ടി ഉണ്ട് വീടിൻ്റെ മുറ്റത്ത്, അതിന് നിൽക്കാൻ സ്ഥലമുണ്ട്. ഇതൊക്കെ എൻ്റെ സാമർഥ്യമാണ്. അതിജീവനം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണല്ലോ, ശേഷിയുള്ളത് ശേഷിക്കുന്നതാണല്ലോ, സമർത്ഥന അതിജീവിക്കുന്നതാണ്. അപ്പൊ ഞാൻ അതിജീവിച്ചിരിക്കുന്നു കാരണം ഞാൻ സമർത്ഥനാണ്. ഇത് എൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ നിലയ്ക്ക് ഒരു സാമൂഹ്യമായ കുറ്റബോധമായിട്ട് വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അതെല്ലാം ചേർന്ന് ആയിരിക്കാം കവിതയിൽ. അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് അതിൽ പറഞ്ഞത് ശരിയാണ്.
എന്നാൽ മാഷ് ഇനിയും എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്ന കവിത എന്താണ് എന്ന സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം താൽക്കാലികമായി അവസാനിപ്പിക്കാം. ക്രാഫ്റ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഴുതി തുടങ്ങിയ കാലത്ത് എനിക്ക് എൻ്റെ ക്രാഫ്റ്റിൽ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചില 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 രീതികൾ ഇങ്ങനെ ആവർത്തിച്ച് വരിക. അപ്പോൾ ദ്വന്ദ്വം സ്വഭാവം, രണ്ടെണ്ണം, അങ്ങനെ ഇരുട്ട് വെളിച്ചം, ഇങ്ങനെയുള്ളൊരു ദ്വന്ദ്വം, അല്ലെങ്കിൽ വിപരീതം. ഇപ്പൊ ഇതിങ്ങനെ 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 എന്നാൽ അതങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചില പാറ്റേണുകൾ. അതല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില, എനിക്ക് തോന്നുന്നു ആദ്യകാല കവിതകളുടെ ഒരു സവിശേഷതയായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് അതില് ഉണ്ടായിരുന്ന ഇമേജറികളെ. മുൻപ് നമ്മള് മേജറികൾ എന്നും പറഞ്ഞാൽ പോരാ, അലങ്കാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അപൂർവതയൊക്കെ ഉണ്ടാവും അതില്, ആ അലങ്കാരങ്ങൾ, ഇമേജുകളില്, അലങ്കാരങ്ങളില്. ഇപ്പൊ വേര് വെള്ളം വലിച്ചെടുക്കുന്ന ശബ്ദം കേൾക്കുന്നു പറയാം, അല്ലെങ്കിൽ മീനുകൾ കാതലിൽ കൊത്തുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ പൊടിയെ കുറിച്ച്, അല്ലെങ്കിൽ. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, അങ്ങനെയുള്ള ചില ചില പാറ്റേണുകൾ, ചില ഫോമുകൾ എൻ്റെ എഴുത്തിന്റെ പരിമിതിയാണ്. ഇതിനെ എൻ്റെ വായന സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അലങ്കാരങ്ങളെ വേട്ടയാടുക എന്ന് ബോർഹസ് പറയുന്നുണ്ട്. അലങ്കാരങ്ങളെ വേട്ടയാടൽ അത്ര വലിയ പണിയൊന്നുമില്ല എന്ന് ബോർഹസ് എവിടെയോ എഴുതിയത് ഞാൻ പണ്ട് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഞാനതാണല്ലോ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്ത ഇത്തരം ചില വിദ്യകളിൽ, ചില സൂത്രങ്ങളിൽ കുടുങ്ങാതെ ക്രാഫ്റ്റിനെ അയച്ചു വിടാനാണ് പിന്നീടുള്ള കവിതകളിൽ ശ്രമിച്ചിട്ടുള്ളത്. ശ്രമം മാത്രമാണ്, എത്ര കണ്ട് വിജയിച്ചു എന്നറിയില്ല. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് വളക്കിയെടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന തരം ക്രാഫ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ഉഗ്രഥനം എന്ന് പറയുന്നത് ക്രാഫ്റ്റിൻ്റെ ഏറ്റവും മഹത്തായൊരു തലമാണ് എന്ന് വായനയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പല 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 സന്ദർഭങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ ചേരില്ല എന്ന് തോന്നുന്ന ജീവിത സന്ദർഭങ്ങളിൽ നിന്നുള്ള പല ഘടകങ്ങളെ ഒരു നിമിഷത്തിലേക്ക് ചേർത്ത് വെക്കുക. അത് മെക്കാനിക്കലായിട്ടല്ല. വായിക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ്. ഒരു പൂവിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയിൽ ഒരു നായ കൊണ്ടുവന്നിട്ട എല്ല് എങ്ങനെ ചേരും? പക്ഷെ കവിത ആ നിമിഷത്തിൽ അത് കൃത്യമാണെന്ന് തോന്നിക്കാൻ പറ്റണം. അതാണ് ഞാൻ കവിത ഒരു നിമിഷമാണ്, ഒരു ചെറിയൊരു കാലഖണ്ഡമാണെങ്കിൽ ആ കാലത്തിന്റെ ആ ഖണ്ഡത്തില് ജീവിതത്തിന്റെ പല വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഇമേജുകളും ചപ്പും ചവറും എന്തു ആവട്ടെ ഇങ്ങനെ ഒന്നിച്ച് അതിന്റെ സാരവും ഒക്കെ ഒന്നിച്ച് ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ട്. ജീവിതത്തിനുള്ള ഒരു സമഗ്രത പോലെ. ജീവിതത്തിനുള്ള ഒരു സമഗ്രത പോലെ. അത് ചില കവിതകളിലൊക്കെ ഇപ്പോൾ ലോകസാഹിത്യം ഒക്കെ വായിക്കുമ്പോൾ ചില കവിതകളിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് ഒന്നും എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇതുവരെ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നേടാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റൈറ്റിംഗ് സ്കില്ലിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഒരു അമൂർത്ത സ്വഭാവമുള്ള കവിതകൾ കൂടുതലായിട്ട് എഴുതാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഹൃദയരാത്രി അത് എനിക്ക് പ്രിയപ്പെട്ട ഒരു കവിതയാണ്, ആ നിലയ്ക്ക് പ്രിയപ്പെട്ട ഒരു കവിതയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വഭാവമുള്ള ഒരു അമൂർത്ത സ്വഭാവമുള്ള ഒരു ഫീല് മാത്രം, അതന്നെ ഒരു നാം ജീവിക്കുന്ന കാലത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്ന തരം കവിതകൾ, നീണ്ട ആഖ്യാനങ്ങൾ, ആ നിലയ്ക്ക് അമൂർത്തമായ നീണ്ട ആഖ്യാന സ്വഭാവമുള്ള കവിതകളൊക്കെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുമെന്നൊന്നും ഓർമ്മില്ല. എന്തായാലും കവിതയിലുള്ള ഈ ഉപാസന തുടരാനും ഞങ്ങളെപ്പോലെയുള്ള
കവിത എഴുതാൻ ആഗ്രഹിക്കുന്നവരെ നിരന്തരം പ്രചോദിപ്പിക്കാനും മാഷ്ക്ക് സുദീർഘമായി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ നന്ദി. മുറുക്ക പിടിച്ചതിനാൽ മാത്രം കയ്യിലൊട്ടി കവിതയായി കുരുത്തത് ഞാൻ അവർക്ക് നീട്ടും. മുറുക്ക പിടിച്ചതിനാൽ മാത്രം കയ്യിലൊട്ടി കവിതയായി കുരുത്തത് ഞാൻ അവർക്ക് നീട്ടും. ജീവിക്കാൻ കൊള്ളാത്ത മലയാളമേ, നാട് വിടേണ്ട കാലത്ത് നിന്നിൽ പതുങ്ങിയിരുന്നത് കൊണ്ട് മാത്രം മരിക്കാതെ പുറത്തു കടന്ന എൻ്റെ കാതിൽ ഇതാ നീന്തി പിടിക്കുന്നു ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി,